Oi. Okay, bye. പോരെ ഒരു മിനിറ്റ് ക്യാമറ വല്ലാത്തൊരു അനുഭവമാണ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. വ്യൂ ഭയങ്കര വ്യൂ ആണ്. താഴോട്ട് 3500 അടി താഴ്ചയുണ്ട്. 3500 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഒരുപാട് സഞ്ചാരികൾക്ക് കേരളത്തിലേക്ക് വരാനും ആസ്വദിക്കാനും പറ്റുന്ന ഒന്നാണിത്, വാഗമണിലെ പാരാഗ്ലൈഡിങ്. അപ്പോൾ കുറച്ച് കാലമായി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കരുതിയത്. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയിട്ടുള്ളത്. താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു അനുഭവമാണുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇത് ധൈര്യത്തോടെ വരാൻ പറ്റുന്നവർ മാത്രമേ ഇതിൽ വരാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, 3500 അടി മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. സംഗതി ഇടുക്കിയിൽ നിന്നാണ് കയറി. അപ്പുറത്ത് എറണാകുളമാണ്, അപ്പുറത്ത് കോട്ടയാണ്. എനിക്കാണ് എറണാകുളത്തൊരു പരിപാടിക്ക് എത്താനുണ്ട്. യഥാർത്ഥത്തിൽ പോയി എറണാകുളം ഇറങ്ങി ട്രെയിനിൽ പോയാൽ മതി. പിന്നെ കോഴിക്കോട്ടേക്കാണ് എത്തേണ്ടത്. വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നോക്കുക നിങ്ങൾ, നല്ല നിലയിൽ നല്ല രസമായിട്ട് ഇത് കാണാൻ പറ്റും. എൻ്റെ കൂടെയുള്ളത് മിസ്റ്റർ മിഥുനാണ്. ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ താഴോട്ട് കാണുന്നുണ്ടാവും. താഴെ ഇതാ ക്യാമറ താഴോട്ട് തിരിക്കുന്നുണ്ട്. 3500 അടി അത് ഉയരത്തിലാണിത് പോകുന്നത്. നല്ല ഒരു അനുഭവമാണ്. കാറ്റ് വരുമ്പോൾ നമ്മൾ ഒരു തരത്തിലും പ്രയാസപ്പെടേണ്ടതില്ല. ഇങ്ങനെ ഒന്ന് ഇളകും. പക്ഷേ അത് അല്ല, ഇനി തിരിച്ച് അതെ തിരിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണെങ്കിൽ ഒരുപാട് പരിപാടി തിരക്കിൻ്റെ ഇടയിലാണ് വന്നത്. അതുകൊണ്ട് അധികം സമയം എടുക്കുന്നില്ല. പക്ഷെ ഭയങ്കരമായ ഒരു അനുഭവം നൽകിയിട്ടുണ്ട്. ഇത് ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വന്ന സ്ഥലം നോക്കുമ്പോൾ ഇത്ര താഴ്ചയിൽ നിന്നാണ് നമ്മൾ വന്നതെന്നുള്ളത് അത്ഭുതപ്പെടും. നല്ല തണുത്ത ക്ലൈമറ്റുമാണ്. അതെ, കൂൾ എയറാണ്. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. വളരെ കൂൾ എയറാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ഇനമായി തന്നെ നമുക്കിതിനെ കാണാം. ഇത് ഏഷ്യയിലെ ടോപ്പ് ടു ടോപ്പിൽ നമ്പർ 1 ആണ് വാഗമണിലെ പാരാഗ്ലൈഡിങ്. അത് നമുക്ക് ഭയങ്കരമായ ഒരു അസറ്റാണിത്. ഇതുപോലെ ഒരു ഹില്ല് വേറെ എവിടെയുമില്ല. അപ്പോൾ പാരാഗ്ലൈഡിങ് ഇത്രയും ഉയരത്തിൽ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം. അതുപോലെ ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒത്തുവരികയാണ്. നല്ല ക്ലൈമറ്റ് ഉണ്ട്. നല്ല നിലയിൽ ഒത്തുവരുന്നതാണ്. അപ്പോൾ കുമരകം ബാക്ക് വാട്ടർ വരെ കാണാം. ഇവിടുന്ന് നോക്കിയാൽ കുമരകം ബാക്ക് വാട്ടേഴ്സ് കാണാം. അതുപോലെ ഇടുക്കി ഡാം കാണാം. ഞാൻ ക്യാമറ തിരിക്കുന്നുണ്ട്. മൂന്നാർ കാണാം. ക്യാമറ തിരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ലാൻഡ് ചെയ്യാം. കാലിങ്ങനെ അപ്പോൾ പൊക്കിയിട്ട് പിന്നെ എണീക്കലെങ്ങനെയാണ്? പറയുമ്പോൾ പറഞ്ഞാൽ മതി. ഭയങ്കരമായൊരു എക്സ്പീരിയൻസ് ആണ് നൽകിയിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഇന്ന് 2-3 പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് എത്താനുള്ളതുകൊണ്ട് അധികം സമയം എടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഒരുപാട് സമയം പോകാൻ വേണ്ടി പറ്റും. അരമണിക്കൂറിലല്ലേ ഇത് സമയം? 10 മുതൽ 20 മിനിറ്റാണ് ഇതിൻ്റെ സമയം. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റിന് അടുത്താണ് ഞങ്ങളിപ്പോൾ പോയിട്ടുള്ളത്. അത് 20 മിനിറ്റും പറയുമ്പോൾ പോരെ. ഇദ്ദേഹം പറയുന്ന മിസ്റ്റർ മിഥുൻ പറയുമ്പോൾ കാല് പൊക്കണം എന്നാണ് പറഞ്ഞത്, പൊന്തിക്കാൻ. അപ്പോൾ ഒരു വലിയ അനുഭവമാണ്. പല അഡ്വഞ്ചർ സ്പോർട്സ് ഇനവും നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. ആ വെറൈറ്റി ഒന്ന് കുറേ ആയിട്ട് ആകാശത്തുള്ള അഡ്വഞ്ചർ സ്പോർട്സിലൊന്ന് പങ്കെടുക്കണമെന്ന് കരുതിയതാണ്. ആ നിലയിൽ
ഒന്ന് പങ്കെടുക്കുകയാണ് താഴോട്ട്. ഈ പൊന്നിക്ക വേണ്ട കാലി. ഓ ഓ, നീ എപ്പോഴാ കാല് താഴ്ത്ത?